അതിദാരുണമായ അപകട വാർത്തയാണ് ആലപ്പുഴയിൽ നിന്നും വരുന്നത്. ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികളാണ് മരിച്ചത്. കളർകോടാണ് അപകടമുണ്ടാകുന്നത്. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടാകുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെടുന്നത്. ഈ കാറിൽ 12 പേരുണ്ടായിരുന്നു. അതിൽ 5 പേർ മരിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയുന്നത്. ഇത്രയും വിദ്യാർത്ഥികൾ, അത് ഓവർലോഡ് തന്നെയാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ മഴയുണ്ടായിരുന്നു, വിസിബിലിറ്റിയുടെ വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ RTO നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പരിശോധനകളും മുന്നിലേക്ക് പോവുകയാണ്. ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയിൽ നിന്നാണ് ഈ കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വ്യക്തത, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. കാർ അമിത വേഗതയിലായിരുന്നു, വന്നിടിക്കുകയായിരുന്നു എന്നാണ് KSRTCയുടെ ഭാഗത്ത് നിന്നും ഒരു വിശദീകരണം വരുന്നത്. പക്ഷേ KSRTCയുടെ ഡ്രൈവറുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് RTO ആയ ദിലു നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ KSRTCയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു അനൗദ്യോഗികമായൊരു വിവരം വരുന്നത് ഇങ്ങനെയാണ്: കാർ അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നല്ല മഴയുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിനടുത്ത് തന്നെയാണ്, സിറ്റിയാണ്. അപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് തന്നെ എല്ലാവരും ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ കാണാം. പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ വാഹനത്തിലാണ് 12ഓളം വിദ്യാർത്ഥികൾ യാത്ര ചെയ്തിരുന്നത്. ഒന്നുകിൽ ഹോട്ടലിലേക്ക് പോയത് എന്നാണ് രഘുനാഥ് നാരായണൻ പറഞ്ഞത്. KC വേണുഗോപാൽ MP നമ്മളോട് സംസാരിച്ചപ്പോൾ സിനിമയ്ക്ക് പോയിട്ട് തിരികെ വരുമ്പോഴായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ താമസ സ്ഥലത്തേക്കായിരിക്കാം തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുന്നത്. അതിലാണ് KSRTC നിന്നൊരു വിശദീകരണം വരുന്നത് അമിത വേഗതയിലാണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, അതിൽ പരിശോധനകൾ കൂടുതൽ നടത്തേണ്ടതായിട്ടുണ്ട്. കാഴ്ചയുടെ ഒരു വിഷയമുണ്ട്, വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഓവർലോഡാണ്, പഴയ മോഡൽ വണ്ടിയാണ്, ഇത് റെന്റിനെടുത്തിട്ടുള്ളതാണ് എന്ന് സംശയിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ RTO ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് അവിടെ നിന്നും ഈ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ ആണോ എന്നതുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. 3 വിദ്യാർത്ഥികളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. 5 പേർ മരണപ്പെട്ടു എന്നത് ഉൾപ്പെടെയുള്ള ഒരു ഉദ്യോഗസ്ഥ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ പേര് വിവരത്തിലും ഒരു സ്ഥിരീകരണം അത് മെഡിക്കൽ കോളേജിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. ഇപ്പോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അതിദാരുണമായൊരു സംഭവമാണ്. 5 വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരിക്കുന്നു. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ യാത്രയിലാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ കുട്ടികളാണെന്നാണ് മനസ്സിലാക്കിയത്. 2 പേര് ലക്ഷദ്വീപുകാരാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഉണ്ടാകുന്ന വാഹനാപകടങ്ങളും അതിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിദാരുണമായ മരണങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടി വരികയാണ്. ഈ അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ തന്നെ കണക്ക് നോക്കിയാൽ എത്ര ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. റോഡിന്റെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് അറിയില്ല. റോഡുകൾ തന്നെ വളരെ, പ്രത്യേകിച്ച് നമുക്കറിയാം നാഷണൽ ഹൈവേയുടെ പണിയുമായി ഒക്കെ ബന്ധപ്പെട്ടുമൊക്കെ റോഡ് ഗതാഗതം വലിയ ബുദ്ധിമുട്ടിലായിട്ടുള്ള പ്രദേശങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും സുഗമമായി യാത്ര ചെയ്യാൻ, അത് ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികളാണ് ആവശ്യം. തീർച്ചയായും. ഈ പരിക്കേറ്റവരെയൊക്കെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ? നിലവിൽ എനിക്ക് അറിയില്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചതിന്.